വീട്ടിൽ പണിയെടുക്കാറുണ്ട് ഇങ്ങനെ? അടിപൊളിയായിട്ട് ഇതുണ്ട്, വേറെ ലെവൽ. ഇത് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വെള്ളം, സെറ്റൊക്കെ ഇട്ട പോലെ ഉണ്ട്. ചിക്കൻ കരിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോൾ അറിയാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാലാങ്കിൽ, അതെ നമ്മൾ താമസിക്കുന്ന വീട് അതിൻ്റെ മോൾ വശത്തുള്ള റോഡ്, നമ്മൾ ഓഫ് റോഡ് നടത്തി വന്ന റോഡാട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്ലീനിങ് ഡേ ആട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ ഇന്നിവിടെ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ. അത് ജ്യോതിഷൊക്കെ അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വീടിന് മുറ്റത്തുള്ള പുല്ല് കാര്യങ്ങളൊക്കെ പറിച്ച് കളയുക, വീട് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയാട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോയ്ക്ക് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ജംഗിൾ റമ്മി. ഇതൊരു ഓൺലൈൻ റമ്മി ഗെയിമിംഗ് ആപ്പാണ്. ഏതാണ്ട് 10 മില്യൺ പ്ലസ് യൂസേഴ്സ് ഇത് ഉപയോഗിച്ച് ആ റമ്മി കളിച്ച് ക്യാഷ് വിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിലൂടെ പോയിന്റ്സ്, ഡീൽസ്, 10 കാർഡ് റമ്മി എന്നൊക്കെ പറഞ്ഞുള്ള പലതരത്തിലുള്ള റമ്മികളും ഈ ഒറ്റ ആപ്പിൽ കൂടെ നമുക്ക് കളിക്കാൻ പറ്റും. പലരും വിചാരം ഇതുപോലുള്ള ആപ്പുകളൊക്കെ ഗാംബ്ലിംഗ് ആണെന്നാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ഇന്ത്യയിൽ ലീഗലായിട്ട് തന്നെയുള്ളൊരു ഗെയിമിംഗ് ആപ്പാണ്. ജംഗിൾ റമ്മിൽ ഒരുപാട് ടൂർണമെന്റ്സ് നടക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഹോണ്ട അമേസ് കാർ, അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് ബൈക്കൊക്കെ വിൻ ചെയ്യാൻ സാധിക്കും. RPL 8 ടൂർണമെന്റ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റിലൂടെ വിജയിച്ച ആൾക്ക് 50 ലക്ഷം രൂപയാണ് വിൻ ചെയ്തത്. 7.3 കോടിയുടെ സമ്മാനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആസാദി ടൂർണമെന്റ് എന്ന ടൂർണമെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അതിന്റെ ഗ്രാൻഡ് ഫിനാലെ ഈ വരുന്ന ഓഗസ്റ്റ് 16 ഈ ആസാദി എന്ന് പറഞ്ഞ ടൂർണമെന്റിലെ വിജയെ കാത്തിരിക്കുന്ന ഏകദേശം 1.5 കോടി രൂപയുടെ സമ്മാനം കേട്ടോ. മാത്രമല്ല ഡെയിലി ഒരുപാട് ടൂർണമെന്റ്സ് ഈ ജംഗിൾ റമ്മി എന്ന് പറയുന്ന ആപ്പിൽ നടക്കുന്നുണ്ട്. ജംഗിൾ റമ്മി എന്ന് പറയുന്ന ആപ്പിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാട്ടോ. അതുപോലെ നിങ്ങൾക്ക് വിൻ ചെയ്യുന്ന ക്യാഷ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് മുഴുവൻ വിത്തൗട്ട് വിത്ഡ്രോവൽ ഫീ നമുക്ക് മൊത്തം നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. മാത്രമല്ല ഇതിലൂടെ നമുക്ക് റിഫർ ചെയ്തും ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും. ഏകദേശം 1000 രൂപയാണ് ഒരു റിഫർ ചെയ്തിട്ട് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. പോരാതെ തന്നെ പല ലാംഗ്വേജിലുള്ള കസ്റ്റമർ കെയർ സപ്പോർട്ടും ജംഗിൾ റമ്മിയിൽ ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ജംഗിൾ റമ്മി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 100% വെൽക്കം ബോണസും ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീട് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. നമ്മൾ കാലാങ്കിൽ വന്നപ്പോൾ മുതൽ താമസിക്കുന്ന ഈ വീടാണ് നമ്മുടെ ജ്യോതിഷ് ബ്രോൻ്റെ വീടാട്ടോ. ഇവിടെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ജ്യോതിഷ് ബ്രോൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവരിവിടെ മൊത്തം പുല്ല് പറിച്ച്, ഈ മിറ്റമൊക്കെ കണ്ടില്ലേ, ഇവിടെ അങ്ങനെ താമസമില്ലാത്തതുകൊണ്ട് തന്നെ മൊത്തം പുല്ലും കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അത് കണ്ടോ, ഇതൊക്കെയാണ് ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ജ്യോതിഷ് ബ്രോൻ്റെ ഫ്രണ്ട് പറഞ്ഞു അഖില് രാവിലെ തന്നെ പണിയിലാണ്. എല്ലാവരും രാവിലെ പണിയിലാണ്. എന്ത് അപ്പോൾ എന്താ വാങ്ങിച്ചു തരാ? എന്താ തരിക? നമുക്ക് ചിക്കനൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനൊക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബക്ക ചിക്കൻ മറക്കല്ലേ? ബക്ക ചിക്കൻ ഉണ്ടാക്കാൻ ചിക്കൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ക്ലീനിങ് തുടങ്ങിയത് കേട്ടോ. അത് വാങ്ങിച്ചു തരുമെങ്കിലേ ഞാൻ പണിയെടുക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആ ബക്ക ചിക്കൻ ഇതേപോലെ വാങ്ങിച്ചു തരികയാണെങ്കിൽ അതിൻ്റെ വിശലും കൂടെ ഈ വീഡിയോൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ. ഞങ്ങളിവിടെ ബക്ക ചിക്കനോട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം. വീട്ടിൽ പണിയെടുക്കാറുണ്ട് ഇങ്ങനെ? ഇല്ല. നാട്ടുകാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവൻ അവിടെ പോയി ഇതല്ലേ പണി, ഇവൻ കാറും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണോ? ഇത് തുളസിയാ? തുളസി പറക്കണോ? ബാക്കി പറക്കട്ടെ. അത് തന്നെ, നമ്മളിവിടെ തുളസി തന്നെ ഇതുണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് തുളസി നിൽക്കുന്ന കാണാം. നമ്മളിവിടെ പച്ചവെള്ളം ചൂടാക്കി കുടിക്കുന്നതിനെ തുളസി ഇട്ടിട്ടാട്ടോ. അതൊക്കെ കാണിച്ചു തരാം. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുണ്ടോ, ചെറിയ ഇല. എന്നാ പിടിച്ചോ, എടുത്തോ. അതുപോലെ തന്നെ ഈ സാധനം കണ്ടോ, മഷിത്തണ്ട്. ഇത് വെച്ചിട്ട് പണ്ട് സ്ട്രീറ്റ് തുടച്ച ആൾക്കാർ എത്ര പേരുണ്ട്? ലൈക്ക് കേട്ടോ. ഞാനൊക്കെ ഒരുപാട് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ഇനിയിപ്പോൾ ഇത് ഫുള്ള് പറക്കണം. അടിപൊളി. എന്തായി, ഇന്ന് തീരുമോ? കൊറോണ ആയതുകൊണ്ട് പിന്നെ ഇതെങ്കിലും നടക്കട്ടെ. അപ്പോൾ നമ്മൾ വീടിന് ചുറ്റുമുള്ള പുല്ലെല്ലാം പറിച്ച് ഇതുപോലെ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ,
സംഭവം കണ്ടോ, ഒക്കെ ജ്യോതിഷ് ബ്രോൻ്റെ കലാമികവ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതെ ഇനിയിപ്പോൾ ഇവിടെ കാറ് നിർത്തിയതിൻ്റെ അടിഭാഗം കുറച്ച് പുല്ല് പറിക്കാനുണ്ട്. അപ്പോൾ ആ ഭാഗം മാത്രം എങ്ങനെയുണ്ട് നോക്കാം. എടുത്ത വണ്ടി ദേ ഇവിടെ ഈ വണ്ടി നിർത്തിയ ഭാഗത്ത് മാത്രം കുറച്ച് പുല്ലൂടെ പറിക്കാനുണ്ട്. അതുപോലെ പറിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഈ സൈഡൊക്കെ കണ്ടോ, ഇവിടെ നിറച്ചും പുല്ലായിരുന്നു. അതുപോലെ ഈ ഭാഗത്തൊക്കെ നേരത്തെ വീഡിയോയിൽ കണ്ടായിരുന്നു, ഫുൾ വൃത്തിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റിനും ഒക്കെ. നമുക്ക് ജ്യോതിഷ് ബ്രോ ചിക്കൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് നല്ലൊരു കുളിക്കണം. അപ്പോൾ അതുകൊണ്ട് കൂടാണ് ഇതുണ്ടോ, ഇവിടെ എല്ലാം വൃത്തിയാക്കി. അടുക്കള വശത്തൊക്കെ ഇവിടെ നിറച്ചും പുല്ലായിരുന്നു, മൊത്തം കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഏകദേശം 1 മാസത്തോളമായി ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഫുൾ സെറ്റാക്കി. എല്ലാവരും വിചാരിക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ ഇതുപോലെ പണിയെടുക്കുമെന്നൊക്കെ. വീട്ടിൽ ഇങ്ങനെ ഒന്നും പണിയെടുക്കത്തില്ല കേട്ടോ. ഇത് പിന്നെ ഇവരൊക്കെ ഉള്ളവർ കമ്പനി പുറത്ത് ഇങ്ങനെ ചെയ്യും, നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഇത്രയും ഭാഗം മാത്രം പുല്ല് പറിക്കാണ്ട് വെച്ചേക്കുന്നത് കാണാം. ഭംഗിക്ക് വെച്ചതൊന്നുമല്ല, ഇവിടെ മൂത്രം ഒഴിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ആരും പറിക്കാണ്ട് വെച്ചേക്കുന്നത്. ഒരു മഴയൊക്കെ പെയ്തിട്ട് പറിക്കാമെന്ന് വെച്ചിട്ട് വെച്ചേക്കുക കേട്ടോ. ഇപ്പോൾ സമയം 4:30 കേട്ടോ, വൈകുന്നേരം. കുറേ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്ത് നമ്മൾ പണിയൊക്കെ എടുത്തിട്ട് ആകെ ക്ഷീണിച്ച്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കണ്ടില്ലേ മൊത്തം വൃത്തിയായില്ലേ, എല്ലാം സെറ്റ് ചെയ്തു. പിന്നെയാണ് നമ്മുടെ ബക്കറ്റ് ചിക്കൻ്റെ കാര്യം സെറ്റാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉളിക്കലും. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ പുറത്തോട്ട് പോയിട്ടാണ് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ പിന്നെ ഈ കൊറോണയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മാംസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി വന്നു. അപ്പോൾ അവിടെ അവർ ചിക്കൻ്റെ മസാല കൂട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബക്കറ്റ് ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് ലോക്ക്ഡൗൺ സമയത്ത് ബക്കറ്റ് ചിക്കനൊക്കെ ചെയ്ത് അതിനായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്ത്, നമ്മൾ ചുമ്മാ ഇതിനിപ്പോൾ ജസ്റ്റ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതെന്നുള്ളൂ. നമുക്ക് ക്ലീൻ ചെയ്ത് തന്നെ ജ്യോതിഷ് ബ്രോ സെറ്റ് ചെയ്ത് തന്നെയാണ്. ദേ ഇവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ദേ ചിക്കൻ, അതുപോലെ തന്നെ അവിടെ മസാല സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ജിഞ്ചർ പേസ്റ്റ് ആട്ടോ, ഗാർലിക്കായിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുളക്, ഇതെല്ലാം കൂടെ ഒരു പിടിയുണ്ടല്ലേ. അതെന്താ കാന്താരി മുളകാ? അത് വെറുതെ ഒരു രസത്തിന്. ചിലർ കാന്താരി മാത്രം ഇട്ടിട്ട് വെക്കും. പിന്നെ ഇതിൽ കുരുമുളക് ഇടിച്ച് പൊടിച്ചിട്ടുണ്ട്. അതും ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടു. എരിവിന് ഒരു കുറവ് വരാൻ പാടില്ല. അതന്നെ, നല്ല എരിവുണ്ടാവും കേട്ടോ. എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ ചിക്കനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, മസാലയൊക്കെ തേച്ചിട്ട്. നമ്മളിത് ബക്കറ്റ് ചിക്കൻ, നമ്മൾ ബക്കറ്റല്ല കേട്ടോ, ഇവിടെ ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഒരു കലമാണ് എടുത്തേക്കുന്നത്. കലം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ ഒരു കുറ്റി, നമുക്ക് ഇതുമേലാണ് ചിക്കൻ വെക്കേണ്ടത്, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കലവും കുറ്റിയൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിക്കനൊക്കെ ഇവിടെ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു നമ്മളിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാലാങ്കയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. അവിടെ എവിടെയെങ്കിലും നമുക്ക് ഇതുവരെ നമ്മൾ കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു കുളിയോടെ പാസ്സാക്കാം. അഖിൽ ബ്രോ അവിടെ ഉണ്ട്, ജ്യോതിഷ് ബ്രോ അവിടെ ഉണ്ട്. നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വിട്ടെ? നമ്മൾ മലയൊക്കെ കയറി ഇങ്ങനെ പോകും. ഇവിടെ കണ്ടോ, തുറസായ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കക്കടംപോയിലൊരു വീഡിയോ ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ റേഞ്ച് ഉള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടെ നിന്നാണ് പോലെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിട്ടോ. ഇവിടെ ഈ സൈഡിൽ നല്ല സൗണ്ട് കേൾക്കാം. ഇതിങ്ങനെ കർണാടക ഫോറസ്റ്റാണ്. ആ മുകളിൽ കാണുന്ന മല അവിടെ കേട്ടോ. ഇതൊന്നുമല്ല, ഇതൊക്കെ പ്രൈവറ്റ് സ്ഥലങ്ങളാണ്. ആ കാണുന്നതൊക്കെ ഫോറസ്റ്റാണ്. അവിടുന്ന് വരുന്ന ഒരു ചെറിയൊരു അരുവി ഇതിലിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ട്. അതിലൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. നമുക്ക് പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് കുളിക്കാം, ഒന്ന് അടിപൊളിയാക്കും. പോവാം. നമ്മളിതാ മുകളിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി കേട്ടോ. അത് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പവർ ബാങ്ക്, ക്യാമറയ്ക്കൊക്കെ ചാർജ് കുറവാണ്. അപ്പോൾ കുളിക്കുമ്പോൾ കുറച്ച് സമയം ചാർജ് ഇടണം. അതുപോലെ തന്നെ ഇവിടുന്ന് ഉണ്ടോ, ഫുള്ള് കാട് പിടിച്ച് കിടക്കാം കേട്ടോ. ഇതിനകത്തേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അവിടെ ആണ് ആ അരുവി ഒഴുകുന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. എൻ്റെ അമ്മോ,
അടിപൊളി സ്ഥലം കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം. മാർക്കേ പൊളി പൊളി. ഇത് കണ്ടോ തുണിയൊക്കെ ഇവിടെ വെക്കാം, സാധനങ്ങളൊക്കെ. സ്ഥലം കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ട് നോക്കി, അടിപൊളിയല്ലേ? നമുക്ക് അവിടുന്ന് ഇങ്ങനെ തട്ടായിട്ട് വീഴുന്നത്, അതുപോലെ ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ തട്ടായിട്ട് അങ്ങനെ അങ്ങോട്ട് ഒഴുകുന്നത്. അടിപൊളിയായിട്ടോ. ഇതുണ്ടോ വേറൊരു ലെവൽ. ഇത് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വെള്ളം, സെറ്റൊക്കെ ഇട്ട പോലെ ഉണ്ട്. നൈസ്. നിൽക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ? ഈ സ്ഥലം കണ്ടോ? ഞാൻ ഇപ്പോൾ കാണിച്ച വെള്ളച്ചാട്ടം എന്തേ അവിടെ കേട്ടോ. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല. മഴയുള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേ വെള്ളം വരും. ഇതിലേ വെള്ളം വന്നിട്ട് അത് ഇതിലേ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്തൂടെ വന്നിട്ട് ഇവിടുന്ന് താഴേക്ക് വീഴും. അപ്പോൾ ശരിക്കും വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ്. ഇതാണ് വെള്ളം ഒഴുകുന്ന സ്ഥലം. ഇതിപ്പോൾ അവിടെ വലിയ ഒഴുക്കില്ലാത്തതുകൊണ്ട് അതിലെ നോർമലി വരുന്ന വെള്ളമാണ്. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം താഴേക്ക് വീഴുക. അതുപോലെ അവിടെ ഒരു കുളം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ അതിലേ ഇറങ്ങി വന്നിട്ട് അവിടെ വന്നിട്ടാണ് സാധാരണ ഇവരുള്ളവരൊക്കെ കുളിക്കലുള്ളത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ നല്ല ആഴമുണ്ട്. നമ്മൾ ആഴമുള്ളിടത്തൊന്നും പോകുന്നില്ല. നമ്മൾ സേഫായിട്ടുള്ള എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് കുളിക്കുക, അത്ര മാത്രമേ ഉദ്ദേശമുള്ളൂ. നമ്മൾ സേഫ്റ്റി എപ്പോഴും നോക്കണം എവിടെ പോയാലും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കിടില സ്ഥലമുണ്ട്, നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഉരുള് പൊട്ടിയിട്ട് ഇവിടെ നകന്നു പോയി. പൊളി പൊളി. വാ, ഇതുണ്ടോ നല്ല കാട്. ഇത് കാട് തന്നെയാണ്, കാടിൻ്റെ ഉള്ളിലുള്ളൊരു സെറ്റപ്പ്. ഇത് ഫോറസ്റ്റ് അല്ലല്ലോ, 2 സ്ഥലവും പ്രൈവറ്റ് സ്ഥലം കേട്ടോ. കണ്ടാൽ പക്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ളൊരു സെറ്റപ്പ്. നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ ഭാഗം കേട്ടോ. അടിപൊളി. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും, കാലാങ്കിയിലെ എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ്, കാലാങ്കിയിൽ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ അത് പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ളവർക്ക് അതിൻ്റെ ഇതൊക്കെ സ്പോട്ടുകളൊക്കെ അറിയത്തുള്ളൂ. ഇവിടെ നോക്ക്, വെള്ളം വരുന്ന സ്ഥലം കണ്ടോ? ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടോ? അടിപൊളി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം? അടിപൊളിയായില്ലേ? നല്ലൊരു കുളി കുളിച്ചു. ആ വെള്ളം ഭയങ്കര ശക്തിയിൽ അതിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നത്. അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തല നല്ല വേദനയാണ് അതിൻ്റെ അടി കുറേ നേരം ഇരിക്കുമ്പോൾ. പക്ഷേ അടിപൊളി വൈബാട്ടോ, അടിപൊളി. ഇന്നത്തെ ക്ഷീണം മൊത്തം അതിലാണ്ട് പോയി. അപ്പോൾ വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ നല്ല അടിപൊളി കുളിയൊക്കെ കുളിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, മറക്കരുത് കേട്ടോ. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് മേലേക്ക് തിരിച്ച് കയറാം. നമ്മളിത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഇതുണ്ടോ ചെറുനാരങ്ങ, ഇവിടുത്തെ കാലാങ്കിയിലെ തന്നെ സ്പെഷ്യലായിട്ട്. അത് നമുക്ക് ജിറ്റോ മുകളിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നത് നമ്മുടെ മേളത്തെ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്തുള്ള അവിടുന്ന്. ഇവിടുത്തെ നാടൻ ഐറ്റം കേട്ടോ. ഇതാണ് നമ്മൾ മറ്റേ നമ്മുടെ ഇന്നത്തെ ചിക്കനിൽ പിഴിഞ്ഞ് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവിടെ ബാക്കിൽ ഇത് നമ്മൾ ചിക്കൻ വെക്കാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറ്റി, അതുപോലെ തന്നെ താഴെ വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട്. മണ്ണാവാതിരിക്കാൻ വാഴയില വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഇതേലിങ്ങനെ വെക്കാം. ലൈറ്റിൻ്റെ ഒരു കുറവുണ്ടോ കേട്ടോ. ഇപ്പോൾ തന്നെ ലൈറ്റ് വാങ്ങി. ഇത് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കുള്ള ലൈറ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചിക്കൻ ഞങ്ങളത് ഏകദേശം 2 മണിക്കൂർ വെച്ചു കേട്ടോ. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്തായാലും.
അപ്പോൾ നമ്മുടെ കലം ചിക്കൻ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഇതേ മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഇതേ ഒരു കല്ലും വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിറകൊക്കെ പറക്കി കൂട്ടിയിട്ടിട്ട് കത്തിക്കണം. ഇപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നൈസായിട്ട് അതിൻ്റെ സൈഡിലെ മണ്ണും കരിയും കാര്യങ്ങളൊക്കെ മാറ്റുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കത് പൊക്കി നോക്കുമ്പോൾ അറിയാം. സെറ്റല്ലേ? ഒരുപാട് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പൊക്കി നോക്കുമ്പോൾ കരിഞ്ഞിരിക്കുന്നതൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ്, ഇവർ മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ മുന്നേ വക്ക ചിക്കനൊക്കെ വെച്ചാണ് എന്നൊക്കെ പറയുന്നു. കലം ചിക്കൻ ആദ്യമായിട്ടല്ലേ? കലം വെച്ചിട്ടുള്ള ചിക്കൻ ആദ്യമായിട്ടാട്ടോ. അപ്പോൾ ഇതേ കലം പൊക്കാൻ പോവാണ്. ചിക്കൻ കരിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ ഇപ്പം അറിയാം. കുറച്ച് കൂടിപ്പോയി. ചിക്കനോട് റെഡി ഉണ്ട്. ഇവരിത് ഒരു ട്രേയിൽ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് തക്കാളി ഉള്ളിയും നാരങ്ങയൊക്കെ അരിഞ്ഞിട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പുറത്തെ ആ മസാലേൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കരിഞ്ഞു പോയത്. ഇത് കഴുത്തൊക്കെ കരിഞ്ഞു പോയി. അത് പിന്നെ എല്ലാവരുടെയും നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്തായാലും കഴിക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചിക്കനും അതുപോലെ തന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് ബ്രെഡാട്ടോ. മയോണൈസ് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കിയ കേട്ടോ. ഒന്നുമില്ല, മുട്ടയുടെ വെള്ള. ഓക്കെ. പിന്നെ ഫ്ലേവർ ഏതാണെങ്കിൽ ഇപ്പം ഗാർലിക് ആണെങ്കിൽ അത്, ഫ്ലേവർ മാറ്റണമെങ്കിൽ നമ്മളെന്തിട്ടേക്കുന്നത് ഗാർലിക്ക്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മയോണൈസ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിനൊക്കെ എന്താ എനിക്ക് തന്നെ അതേ ബക്ക ചിക്കൻ്റെ പീസ് കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മയോണൈസിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതുകൊണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചിക്കനൊക്കെ അടിച്ചു. ബക്കറ്റ് ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു. ബക്കറ്റ് പൊക്കിയപ്പോൾ, അതായത് കുടം നമ്മുടെ കലം ചിക്കനായിരുന്നു. അത് പൊക്കിയപ്പോൾ ഒന്ന് കരിഞ്ഞ പോലെയൊക്കെ തോന്നിയെങ്കിലും സംഭവം ഉഷാറായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന ജ്യോതിഷിനോടും, ഉള്ളിലേക്ക് പോയി ജ്യോതിഷിനോടുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തുന്നു. അതുപോലെ മൊത്തത്തിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.